ഹലോ ഹായ് ഗൈസ്, നമസ്കാരം. ഗുരുവായൂർ അമ്പലനടയിൽ പടം ഇറങ്ങി, അത് സൂപ്പർ ഹിറ്റുമായി. അതിൻ്റെ റിവ്യൂസും ഒരുപാട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചിത്രത്തെക്കുറിച്ചുള്ള റിവ്യൂ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത് OTTയിലും റിലീസായിട്ടുണ്ട്. ഇനി ഇരുന്ന് ഫ്രെയിം ബൈ ഫ്രെയിം നോക്കി കീറി മുറിച്ച് റിവ്യൂസ് ഒരുപാട് പറയുമായിരിക്കും. എന്തായാലും ഞാനതിന് മെനക്കെടുന്നില്ല. കാരണം അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. അളിയൻ പ്ലസ് അളിയൻ കോംബോ വളരെ ഹിറ്റാണ്. പൃഥ്വിരാജും ബേസിലും വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു പടം. എന്തായാലും എനിക്ക് എൻഡ് ടു എൻഡ് ഇഷ്ടപ്പെട്ടൊരു പടം തന്നെയായിരുന്നു. ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെ ചിരിക്കാനുള്ള വകയുണ്ട്. പക്ഷേ ഒരുപാട് പഴയ പടങ്ങളുടെ റെഫറൻസുകൾ അതിനകത്ത് വരുന്നുണ്ടായിരിക്കും. ഏറ്റവും ലാസ്റ്റ് ടെയിൽ എൻഡിൽ വരുന്ന നന്ദനം ഉൾപ്പെടെയുള്ള റെഫറൻസുകൾ ഒരുപാടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ പോലെ തന്നെ പുതുമുഖങ്ങളായിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവരും നല്ലൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ കോമ്പോസും അവരുടെ എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് അത് പടം വന്നേക്കുന്നത്. ഇതിനകത്ത് എനിക്ക് പർട്ടിക്കുലർലി ശ്രദ്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും പലരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇനി എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നും അറിയില്ല. ഇതിൽ പൃഥ്വിരാജിൻ്റെ അച്ഛനും അമ്മയായിട്ട് കാണിക്കുന്നത് ജഗദീഷിനെയും രേഖയാണ്. പഴയകാല നായിക നടിയായിട്ടുണ്ടായിരുന്ന രേഖയുമാണ്. ഞാൻ ഈ പടം കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു സ്ട്രൈക്കിംഗ് പോയിൻ്റ് അതായിരുന്നു. എന്തിനാണ് അവർ രണ്ടുപേരും അങ്ങനെ ഒരു അച്ഛനും അമ്മയും എന്നുള്ള ക്യാരക്ടർ വന്നതെന്നുള്ളത്. അതിൻ്റെ ബാക്കിൽ ചെറുതായിട്ടൊന്ന് തപ്പിയപ്പോൾ കിട്ടിയ സംഭവം ഒരുപക്ഷെ നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിയാത്തവർക്കായിട്ട് ഞാനിപ്പോൾ പറയുകയാണ്. 1992 ഗൃഹപ്രവേശം എന്ന് പറയുന്നൊരു പടം വന്നിട്ടുണ്ട്. അതിൽ അഭിനയിച്ചിരിക്കുന്നത് ജഗദീഷും രേഖയും തന്നെയാണ്. ആ പടത്തിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ട് നടക്കുന്നൊരു കല്യാണം. അത് ഗുരുവായൂർ അമ്പലം അറിയാമല്ലോ. കല്യാണം ഭയങ്കര ഫാസ്റ്റായിട്ട് അവിടെ നിന്നാണ് ഇവിടെ നടക്കുന്നത്. അതിൽ വെച്ച് നടക്കുന്നൊരു കല്യാണം വധു വരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ആ ഒരു പോയിൻ്റ് ഇതിനകത്ത് അറിയാതെ കൊണ്ട് മിക്സ് ചെയ്തേക്കാണ്. അല്ലെങ്കിൽ അവരെ കാസ്റ്റ് ചെയ്തപ്പോൾ അതൊരു കാസ്റ്റിംഗ് ബ്രില്യൻസ് എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു റെഫറൻസും ഈ പടത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എത്ര പേര് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ വളരെ നല്ല രസകരമായിട്ടാണ് അത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ആ പടത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് പറയുന്നില്ല. പക്ഷേ ലാസ്റ്റ് സീനിൽ ഇത് അമ്പലനടയിൽ വെച്ചാണ് കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും അത് ഒരു പക്ഷേ ആ സിനിമ കണ്ടിട്ടുള്ളവർ കറക്റ്റായിട്ട് അത് ക്ലിക്കാവുകയും ചെയ്യും. ബാക്കിയെല്ലാം ആസ്വദിച്ചാൽ എന്തായാലും ഇതൊരു സൂപ്പർ ഹിറ്റ് പടം തന്നെയാണ്. കാണാത്തവരായിട്ടുള്ള ആൾക്കാർ കുറവായിരിക്കും. ഇനി അഥവാ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ OTTയിൽ റിലീസായിട്ടുണ്ട്. ഡിസ്നി ഹോട്ട്സ്റ്റാറിലാണ് റിലീസായിട്ടുള്ളത്. കാണേണ്ടവർ എത്രയും പെട്ടെന്ന് കാണുക. എന്തായാലും കുറച്ച് റിലാക്സ് ചെയ്യാനുള്ളൊരു വകയുണ്ട്.